ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുരുമുളക് വിളവെടുപ്പാണ്. ആ കാഴ്ചയിലേക്ക് പോകാം. വായോ വീഡിയോയിലേക്ക്. വീടിൻ്റെ താഴ്വശത്ത് ഒരു ഈടിയിൽ പടത്തിയേക്കുന്ന കുരുമുളകുണ്ട്. അത് 9 അടി താഴ്ചയിലാണ് കുരുമുളക് നട്ടേക്കുന്നത്. അവിടുന്ന് മേളിലോട്ടാണ് പടന്നേക്കുന്നത്. അപ്പോൾ അതേ കുറച്ച് കുരുമുളക് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് കുരുമുളക് പറിച്ചെടുത്തു. പിന്നെ എനിക്ക് ഹൈറ്റ് എത്തത്തില്ലാത്തത് കൊണ്ട് കുറച്ച് പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അത്യാവശ്യം കുറച്ച് കുരുമുളക് ഇവിടെ നിന്ന് പറിക്കാം. പിന്നെ താഴത്തെ ഇടിയിൽ കുറച്ച് കുരുമുളക് പറിക്കാനുണ്ട്. 2 കൊടിയാണ് നട്ടിരിക്കുന്നത്. ആ 2 കൊടിയിലുള്ള കുരുമുളകാണ് ഇന്ന് പറിച്ചെടുക്കുന്നത്. അപ്പം അതെല്ലാം കുറേശ്ശെ പറിച്ചെടുത്തു. കുറച്ചൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയിട്ടുണ്ട്, വിളഞ്ഞ്. മുകളിലോട്ടാണ് കൂടുതലുള്ളത്. കണ്ടോ, താഴത്തെ ഇടിയുടെ അവിടെ വന്ന് ഇവിടുത്തെ പറിച്ചെടുക്കാം. അങ്ങനെ കണ്ടോ, കുറച്ചൊക്കെ പഴുത്ത് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഉള്ള കുരുമുളകെല്ലാം പറിച്ചെടുക്കാം. കൈ എത്തുന്നിടത്തോളം ഞാൻ പറിച്ചെടുത്തു. നമ്മളിതിൻ്റെ മൂത്ത കമ്പ് നോക്കി, അത് വേരുള്ള നോക്കി ഒരു കമ്പ് എടുത്ത് മുറിച്ച് ഈ മഴക്കാലത്ത് വെക്കാമെങ്കിൽ ഇതുപോലെ 2 വർഷം കഴിയുമ്പോഴത്തേനും നിറയെ കുരുമുളക് ഉണ്ടാവും. 2-3 വർഷം ആകുമ്പോഴത്തേനും അത് നിറയെ അത്യാവശ്യം നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളക് പറിക്കാം. അതുപോലെ വളം നമ്മൾക്ക് ഇത് നട്ട് 1 മാസം കഴിയുമ്പോഴത്തേനും 3-4 ഇലയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ഒക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള കളയുന്ന വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റിൻ്റെ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് ആ വെള്ളം നീട്ടി 1 ലിറ്റർ വെള്ളത്തിൽ നീട്ടിയിട്ട് നമുക്ക് 1 കപ്പ് 2 ലിറ്റർ വെള്ളത്തിൽ നീട്ടി എടുത്തിട്ട് അതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെയാണ് ഞാൻ ഇതിന് കൊടുത്ത വളം. എല്ലാ വർഷവും നമ്മുടെ സ്ഥലം ഉള്ളതിനനുസരിച്ച് നമ്മൾ 2-3 കമ്പ് എല്ലാ വർഷവും നട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം അടുപ്പിച്ച് ഒരു 3 വർഷവും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നട്ട് ഒരു 2 വർഷം കഴിഞ്ഞ് അത് കിളിച്ച് വന്നപ്പോൾ അതിൽ നിന്ന് ഒരു പുതിയ 2 കമ്പ് എടുത്ത് വേറൊരു സ്ഥലത്ത് നട്ടു. അങ്ങനെ ഇപ്പം ഒരു 4 മൂട് കൊടിയുണ്ട്. പുതിയ കൊടി കയറി വരുന്നതേ ഉള്ളൂ, തൈയാണ്. ഒരു 2 കൊല്ലം ആകുമ്പത്തേനും അതിലും അത്യാവശ്യം നമുക്ക് കുരുമുളക് പറിക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏകദേശം ഇത്രയും കുരുമുളകാണ് 3 കൊടിയേന്ന് ചെറിയ കൊടിയേന്ന് പറിച്ചെടുത്തതാണ്. കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി. അത്യാവശ്യം ഇത്രയും കുരുമുളക് കിട്ടി. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷത്തെ കുരുമുളക് വിളവെടുപ്പ് കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ കുരുമുളക് വിളവെടുപ്പ് കഴിഞ്ഞു. വ്യത്യസ്തമായിട്ട് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും, അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.